ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഡ്യൂൺ എന്ന് പറഞ്ഞിടത്തിന്റെ ഡ്യൂൺ പ്രൊഫസി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് വരുന്നുണ്ട് പറഞ്ഞിരുന്നു. അതിൽ ടബു ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ എടുക്കുന്ന രാംചന്ദ് അഭിനയിക്കും മേഡം കിയാർ അഡ്വാനി എന്ന അതിൽ നായിക എത്തുന്നത്. അപ്പോൾ പടത്തിലത്തെ തേർഡ് സിംഗിൾ വരാൻ പോവാണ്. ഒരു മെലഡി സോങ് ആണ്. നാന ഹൈരാന എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. അത് ഇന്ന് വരും എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അക്കടെ അമ്മായി ഇക്കടെ അബ്ബായി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ലേലേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥിന്റെ മിസ് എന്ന് പറഞ്ഞാൽ നവംബർ 29 റിലീസിനെത്തായിരുന്നു എന്നാണ്. പടം പോസ്റ്റ്പോൺ ആയെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും ഡിസംബറിലായിരിക്കും പടത്തിന്റെ റിലീസ് ഉണ്ടാവുക. പിന്നെ സീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഹലോ മമ്മി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് സക്സസ് ടീസർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞ പടത്തിന്റെ ലാസ്റ്റ് ഷെഡ്യൂളിലുള്ള ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സ്ക്വിഡ് ഗെയിം 2 ഒരു പുതിയ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സീസൺ എന്തായാലും സൂപ്പർ ആയിരുന്നു, സെക്കൻഡ് സീസൺ സൂപ്പർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ട്രെയിലറൊക്കെ ഗംഭീരമാണ്. എന്തായാലും ഡിസംബർ 26 സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2 വരാൻ പോണത്. പിന്നെ ദേവ എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട് ഷാഹിദ് കപൂറിന്റെ. അപ്പോൾ ആ പടം ജനുവരി 31 റിലീസിനെത്താനുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത വർഷം 2025. പിന്നെ സ്വർഗവാസം എന്ന് പറഞ്ഞിട്ടുള്ള ആർജ ബാലാജി അഭിനയിക്കുന്ന പടത്തിലത്തെ ദ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ മാക്സ് എന്ന് പറഞ്ഞ കീച്ചാസുദ്ദീൻ പടത്തിന്റെ ഒരു അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞിരുന്നു. മിക്കവാറും റിലീസ് ഡേറ്റിന്റെ അപ്ഡേറ്റ് ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും റിലീസ് ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് ഡിസംബർ 25, 2024 എന്നുവെച്ചാൽ ക്രിസ്മസിന്റെ അന്ന്. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് 30 തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇതിന്റെ പൂജ നടന്നിട്ടുണ്ട്. എന്തായാലും 2025 ജൂലൈക്ക് ശേഷമായിരിക്കും പടം റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ RC 16 രാംചരന്റെ 16ാമത്തെ പടത്തിൽ സത്യ ഓൺബോർഡായി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് മൈസൂരിലുള്ള ഷെഡ്യൂളാണ്. പിന്നെ ഇവിടുത്തെ പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നടന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ മനസ്സിലെന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. ഗംഭീര ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് പാർട്ടിനായിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഇവന്റ് ഇന്നലെ കൊച്ചിയിൽ ലിവ ഹാൾ ഗ്രാൻഡ് ഹയത്തിൽ വെച്ചിട്ട് നടന്നിരുന്നു 5 മണി മുതൽ. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായിട്ടുണ്ട്. കാണേണ്ടവർക്ക് കണ്ടൊക്കെ വന്നാണ്. പിന്നെ ഈ പടത്തിന്റെ ഇവന്റിനായിട്ട് അല്ലു അർജുനും രശ്മികാന്തിനും കേരളത്തിലേക്ക് എത്തിയതിന്റെ ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇവന്റിന് വരെ വന്നതിന്റെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് രശ്മികാന്തിന്റെ അല്ലു അർജുൻ്റെ ഒക്കെ. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ ബുക്കിംഗ് ഡിസംബർ 1 സ്റ്റാർട്ട് ആവുമെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുമാതിരി പടത്തിന്റെ റൺ ടൈം 3 മണിക്കൂർ 21 മിനിറ്റിന്റെ അടുത്തുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും സെൻസറിങ് എന്തായാലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും ഇന്ന് മിക്കവാറും അതിന്റെ കറക്റ്റ് റൺ ടൈം അറിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ പടത്തിന്റെ ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിൽ 1 മില്യൺ പ്ലസ് ആയിട്ടുണ്ട്. അതേമാതിരി പേടിഎമ്മിൽ 1.3 മില്യൺ പ്ലസ് ആയിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ കിച്ചിക് എന്ന് പറഞ്ഞ പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 50 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ SS രാജമൗലി എടുക്കുന്ന പടത്തിൽ വില്ലനായിട്ട് പൃഥ്വിരാജ് എത്തുന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എത്രത്തോളം സത്യമാണെന്നുള്ള അറിയില്ല, എന്തായാലും കണ്ടന്റ് അറിയണം. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് മീറ്റ് ദ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിട്ടുള്ള ആളും അതേമാതിരി എഡിറ്ററും ഒക്കെ കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ പടത്തിനെ കുറിച്ച് പറയണത് അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോ ആണ്. എന്തായാലും അതിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷിന്റെ പേര് ടോണി ഐസാക്ക് എന്നാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അതേമാതിരി പടത്തിൽ മൊത്തം 7 ഫൈറ്റാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ 7 ഫൈറ്റിനും ഓരോ കാരണങ്ങളുണ്ട്, അല്ലാതെ വെറുതെ ഫൈറ്റ് വെച്ചിക്കല്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പടത്തിന് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ AJFC MMN എന്ന് വെച്ചാൽ ആൻഡോ ജോസഫ് ഫിലിം കമ്പനി എടുക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ പടം. ആ പടത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കയിലത്തെ ഏകദേശം ഒരു 6-7 ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി സെക്കൻഡ് ഷെഡ്യൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാർജയിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അത് ഡിസംബർ 2nd വീക്കിലാണ് സ്റ്റാർട്ട് ആവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.